പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള കശ്മീർ സ്വദേശികളായ ഭീകരർക്ക് നേരെ കടുത്ത നടപടിയാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത്. ആദിൽ ഹുസൈൻ, ആദിൽ ഷെയ്ഖ് എന്നീ ഭീകരരുടെ വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. പുൽവാമയിലെ ത്രാലിലെ ആദിൽ ഷെയ്ഖിന്റെ വീടിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ചോറിവിടെയും കൂറ് ശത്രുരാജ്യത്തും പ്രഖ്യാപിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഇത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദിൽ ഷെയ്ഖ് എന്നുള്ള തീവ്രവാദിയുടെ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇയാൾക്ക് ഈ ഭീകരാക്രമണത്തിൽ കഴിഞ്ഞ 22-ാം തീയതി നടന്ന ബൈസൺവാലിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് ഇതിനോടകം ബോധ്യമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഒരു പ്രത്യേക സംഘമെത്തി ഇയാളുടെ വീട് പൂർണ്ണമായും തകർക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീട് തകർന്നതിൻ്റെ ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഈ പോലീസ് പറയുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ബാറ്ററി ഘടിപ്പിച്ച അല്ലെങ്കിൽ ബാറ്ററിയും ഒരു വയറും ഘടിപ്പിച്ച് വെച്ചിരുന്നു. അങ്ങനെ അത് ഡീഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ്. അതേസമയം നമുക്ക് വ്യക്തമായിട്ടറിയാം ഇത് പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു ഇതെന്ന് നമുക്ക് കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഈ രണ്ട് ഭീകരർക്കും, അതായത് 2 പേരുടെ വീടുകളാണ് തകർത്തത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദിൽ ഷെയ്ഖ് എന്ന് പറയുന്ന ആളുടെ വീടാണ്. ആദിൽ ഷെയ്ഖിനെ കൂടാതെ മറ്റൊരാളുടെ വീട് കൂടി തകർത്തിട്ടുണ്ട്. ഹുസൈൻ ടോക്കർ എന്ന് പറയുന്നത് അത് ഗുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഗുരിയിലുള്ള ഹുസൈൻ ടോക്കറിൻ്റെ വീട് പൂർണ്ണമായും തകർന്ന രീതിയിലായിരുന്നു. അത് കൂടുതലും തടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വീടായിരുന്നു അത്. എന്നാൽ ഈ വീട് ഇത് വാർത്ത വീടാണ്. ഇത് പൂർണ്ണമായും തകർന്നിട്ടില്ല എങ്കിലും ഭാഗികമായി തകർന്നു. ആ നാശനഷ്ടങ്ങൾ ആണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗം, അടുക്കളയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഇത് പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയാണ് എന്നുള്ളത്. ഭീകരർക്കുള്ള മറുപടി തന്നെയാണ്. ഭാരതം തിരിച്ചടിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഇതിലൂടെ തന്നെ ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഓരോരുത്തർക്കുമുള്ള പാഠം കൂടിയാണ് ഇതെന്ന് വേണം കരുതാൻ. ഇന്നലെ രാത്രിയിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. രാത്രിയിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് ഒരു പ്രത്യേക സംഘം യൂണിഫോമിൽ ഇവിടെ എത്തി എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. തുടർന്ന് വീട്ടുകാരെ മുഴുവൻ പുറത്തേക്ക് മാറ്റി. വീട്ടുകാർ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കുള്ള താക്കീത്, മറുപടി, തിരിച്ചടിയൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നിപ്പോൾ 2 വീടുകളാണ് ഇവിടെ തകർക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പഹൽഗാമിലെ ബൈസൺ വാലിയിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ലഷ്കർ ഭീകരിൽ 2 പേരുടെ വീടുകൾ തകർത്തിരിക്കുന്നു. സൈന്യത്തിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും സംഘാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യ സംഘമാണ് ഇന്ന് പുലർച്ചെ ഈ വീടുകൾ ബോംബ് ഉപയോഗിച്ച് തകർത്തത്. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിൻ്റെയും അതേപോലെ തന്നെ അനന്തനാഗ് ജില്ലയിലെ അയാളുടെ ഗുരുവിലുള്ള വീടാണ് തകർത്തത്. മറ്റൊരു ഭീകരനായ ആസിഫ് ഷെയ്ഖിൻ്റെ പുൽവാമ ജില്ലയിലെ ട്രാലിലുള്ള വീടുമാണ് ഈ സുരക്ഷാ സേന തകർത്തത്. വീടിനുള്ളിൽ നിന്നും മുഴുവൻ പേരെയും പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമാണ് ഈ പ്രത്യേക ദൗത്യ സംഘം ഈ പ്രത്യാക്രമണം നടത്തിയത്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ കാണാം വളരെ ഭീകരമായ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം തന്നെയായിരുന്നു. വീടിൻ്റെ നല്ലൊരു ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ജനൽപ്പാലുകൾ പൂർണ്ണമായും തകർന്നു. അതേപോലെ തന്നെ തടി കൊണ്ട് ഉണ്ടാക്കിയ നിർമ്മിതികൾ പൂർണ്ണമായും തകർന്നു. ഏതാണ്ട് വീടിന് ഭാഗികമായി കേടുപാട് പറ്റി എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ദൗത്യ സംഘം ഈ പ്രത്യാക്രമണത്തിന് തയ്യാറായത്. വിഷ്ണു, കനത്ത തിരിച്ചടി തന്നെയാണ് ഭീകരതയ്ക്കെതിരെ നൽകുന്നത്. എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.